അതെ, കൃത്യം 1 വർഷത്തിന് മുമ്പ് വാങ്ങിച്ച 2 മെഷീൻസാണ്. ഒന്ന് 5.5 കിലോയും ഒന്ന് 6.2 കിലോയുമാണ്. ഐബലിൻ്റെ പരസ്യം കൊണ്ട് വന്നതല്ല രാവിലെ കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ 2 ദിവസം മുമ്പൊക്കെ ഫ്രീഡം സെയിലും മറ്റു കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ 1:30 വരെയൊക്കെ ഉറങ്ങാതെ ഞാൻ കാത്തിരുന്നുകൊണ്ട് വില കുറയുവാണെന്നുണ്ടെങ്കിൽ മേടിക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. ഇപ്പോൾ പോലും വില കാണിച്ചേക്കുന്നത് 5.6 കിലോ 1150 വാട്ട്സ്. ഇത് 1150 വാട്ട്സും ഇത് 1300 വാട്ട്സുമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വില ഇതിന് 5999 രൂപയാണ് കേട്ടോ. പത്തനംതിട്ട കടയിൽ നിന്ന് വാങ്ങിയത് 5480 രൂപ. പുള്ളിക്കാരൻ 80 രൂപ റൗണ്ടാക്കി 5400 രൂപയ്ക്കും 7500 പറഞ്ഞിട്ട് 6800 രൂപയ്ക്കും നമുക്ക് തന്നു. ഇവിടെ ഫ്ലിപ്കാർട്ടിൽ കിടക്കുന്നത് 5999 രൂപ കണ്ട, 5999 രൂപ. ഈ 1300 വാട്ട്സിൻ്റേത് കിടക്കുന്നത് 7509 രൂപ. നമുക്കിവിടെ ബാർഗെയിനിങ് ഒന്നും നടക്കത്തില്ലല്ലോ. കടയിലാണെങ്കിൽ ചേട്ടാ എന്തായാലുമൊക്കെ കുറച്ച് തരൂ എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇവരോട് ഇത് ഓർഡർ ചെയ്യാനല്ലേ പറ്റത്തുള്ളൂ. നമ്മൾ ഈ ഫ്രീഡം സെയിലും മിഡ് നൈറ്റ് സെയിലും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്ന് കണ്ടിട്ട് പോയി തലവെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. MRP ഇട്ടേക്ക് നമുക്ക് 12,500 രൂപ ഇട്ടിട്ട് 39% ഡിസ്കൗണ്ട്. ഓ എന്താല്ലേ, എന്തോ ഒരു സ്നേഹമാണ് നമ്മളോട്. നോക്കിയും കണ്ടൊക്കെ സാധനങ്ങൾ വാങ്ങാൻ നോക്കുക കേട്ടോ. കടയിലൊന്നേ പോയി വിലയൊന്നും അന്വേഷിക്കുന്നത് നല്ലതാണ്. എവിടെ ഡിസ്കൗണ്ട് ഉണ്ടോ അവിടെ ചെന്ന് ചാടി കയറി കൊടുക്കുന്നത് നമ്മുടെയൊക്കെ ഒരു പതിവ് രീതിയാണ്. ഒന്ന് വിട്ടുപിടിക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മുടെ അടുത്തുള്ള കടകളിലൊന്ന് പോയി വിലയൊക്കെ അന്വേഷിക്കുന്നത് നല്ലതാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ പോയി ശരിയാക്കാനും പറ്റുമല്ലോ. ഈ ഓൺലൈനിൽ നിന്നും സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന നിങ്ങളുടെ കൂട്ടുകാരോ സുഹൃത്തുക്കളോ ഫാമിലി ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ ഡിസ്കൗണ്ടുകളല്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക കേട്ടോ.